എല്ലാവരും ഇങ്ങോട്ട് നോക്കി. ഈ മണ്ണും ഈ രാജ്യവും ഒരിക്കൽ കൂടി പറയുന്ന ഒരുത്തന്റെയും തന്തയുടെ വകയല്ല, നമ്മുടെ എല്ലാവരുടെയും വകയാണ്. ഇനി ഇവിടെ നിന്നാൽ എന്റെ പണി പോവും. ഇവിടെ സംസ്ഥാനം പിന്നെ പറയേണ്ട കാര്യമേ ഇല്ല അല്ലേ? വെറും വാചകവും തള്ളും, പിന്നെ സഞ്ചരിക്കുന്ന രാക്ഷസ വാഹനത്തെയും ചെളിയിൽ നിന്ന് തള്ളിക്കയറ്റുക. പിച്ചക്കാരെ തിരിച്ചറിയാനുള്ള ബുദ്ധിയൊക്കെ നല്ല തമാശകളൊക്കെയാണ് നടക്കുന്നത്. അതൊക്കെ ആർക്കും പറ്റാവുന്നതാണ്. അങ്ങനെയുള്ള വാഹനങ്ങൾ, ആ വാഹനത്തെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, ഒന്നുമില്ല. പക്ഷേ ചില നിശ്ചയങ്ങളാണിത്, അവർക്കുള്ള ചില സൂചനകളാണ്. ഈ പണമെല്ലാം കൂടെ എടുത്ത് ആൾക്കാർക്ക് ആ പെൻഷൻ കൊടുത്താൽ മതിയായിരുന്നു, അവരുടെ പ്രാർത്ഥനയെങ്കിലും ഉണ്ടാകും. ഇത് പാർട്ടിയെ കനപ്പിക്കാനും പാർട്ടിയിലെ വ്യക്തികൾ നല്ലതായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, അവരെയൊക്കെ കനപ്പിക്കാനും ഒക്കെ വേണ്ടിയുള്ള ഒരു ചെലവ് അല്ലെങ്കിൽ ധൂർത്തമായി നടക്കുന്നു. അതുമായിട്ട് എനിക്ക് ഇട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. അത് പലരും മനസ്സിലാക്കിയാൽ കൊള്ളാം. പ്രതിപക്ഷത്തിന് ഒരുപക്ഷെ അവരുടെ പങ്ക് വഹിക്കുവാൻ സാധിക്കാത്ത തരത്തിൽ നമ്മൾ ജനങ്ങൾ തന്നെയാണ് ഒരുപക്ഷെ അവരെ നാവെടുക്കാൻ അനുവദിക്കാത്തത്. പ്രതിപക്ഷം ഏത് പാർട്ടിയും ആയിക്കോട്ടെ, പ്രതിപക്ഷമാവണം ജനങ്ങളുടെ ശബ്ദം. ആ ശബ്ദം ഉയർത്തുന്ന പ്രതിപക്ഷം ഏത് രാഷ്ട്രീയ കക്ഷിയായാലും ശരി തന്നെ ജനങ്ങൾ അകമഴിഞ്ഞവരെ പിന്തുണയ്ക്കണമെന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്. 100% ഞാൻ യോജിക്കുന്നു. പെട്രോളിനും ഡീസലിനും ഒക്കെ വില കൂട്ടി എന്ന് പറഞ്ഞ് വലിയ അക്രമം അഴിച്ചുവിട്ട ആൾക്കാരാണ് ഇവ 2 രൂപ പിരിച്ചിട്ട് അത് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് പോലും അവർക്ക് പെൻഷൻ കൊടുക്കാൻ സാധിക്കുന്നില്ല. കഷ്ടം.